ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖം നല്ല കണ്ണാടി പോലെ തിളങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. മുഖത്തെ കറുത്ത പാടും കരിവാളിപ്പം എല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കും, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവാനും സഹായിക്കുന്ന ഒരു അടിപൊളി ക്രീമാണ് കേട്ടോ ഇത്. ഈ ക്രീമിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 6 ദിവസമല്ല നമുക്കിത് പുറത്ത് തന്നെ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒട്ടും മടി കൂടാണ്ട് ഒരു ദിവസം നിങ്ങളിത് ഉണ്ടാക്കി വെച്ചാൽ ഒരു 6 ദിവസത്തേക്ക് ഒട്ടും മടി കൂടാണ്ട് നിങ്ങൾക്ക് എടുത്ത് തേക്കേണ്ട പണി മാത്രമേ ഉള്ളൂ, ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നതും. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത സാധനങ്ങൾ വലിയ പൈസയൊന്നും കൊടുക്കേണ്ട. നിങ്ങൾ വലിയ പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് ക്രീം വാങ്ങിയിട്ട് നിങ്ങളെ സമയവും പൈസയും എല്ലാം വേസ്റ്റായിട്ട് റിസൾട്ടും കിട്ടാത്തതിൽ നല്ലതാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ ഉപയോഗിച്ചിട്ട് നമ്മളിത് തയ്യാറാക്കുന്നത്. വളരെ ചെറിയ പൈസക്ക് വാങ്ങുന്ന സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. നമുക്കിത് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിലോ പുറത്തോ വെക്കാം. അത് പുറത്ത് വെക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നും ഫ്രിഡ്ജിൽ വെക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്നും എല്ലാ റിസൾട്ടും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് പുറത്തുനിന്നുള്ള ഇതേപോലെയുള്ള അലോവേര ജെല്ല് തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾ ചെടിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പറിക്കുന്ന അത് എടുക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഷെൽഫ് ലൈഫ് കിട്ടില്ല. ഞാൻ പറഞ്ഞില്ല ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്ന്. അപ്പോൾ ഈ നിങ്ങൾ വീട്ടിൽ നിന്നുള്ള അത് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റില്ല, അത് കേടായിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് പുറത്തുനിന്ന് വാങ്ങിയത് തന്നെ എടുക്കണോ. പിന്നെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആൽമണ്ടിൻ്റെ ഓയിലാണ് കേട്ടോ. ആൽമണ്ടിൻ്റെ ഓയിൽ ഇല്ലാത്തവർക്ക് ഒലീവ് ഓയിലോ കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ അത് ഒലീവ് ഓയിലോ ഒക്കെ കോക്കനട്ട് ഓയിൽ സജസ്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിൽ ചിലർക്ക് പിമ്പിൾസ് ഉണ്ടാക്കും. ഓയിലി സ്കിന്നുള്ളവരാണ് നിങ്ങളെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ പിമ്പിൾസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഫുൾ അലോവേര ജെല്ലിലേക്ക് 1 ടേബിൾ സ്പൂണോളം പിന്നെ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ ഇതേപോലെ ഒരു വൈറ്റ് കളറിലുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ട് അത് മാറും. അതായത് ആ ഒരു ഓയിലും അലോവേരയും കൂടി നമ്മൾ മിക്സ് ചെയ്യുന്നേരം അങ്ങനെ ആയിട്ട് വരും. അങ്ങനെ വൈറ്റ് കളറായിട്ട് വന്നതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് 1 or 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിടുക. വലിയ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 ആഡ് ചെയ്തോ. അതേപോലെ തന്നെ നിങ്ങൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ 2 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റൊരു പിന്നെ ഇത് മാത്രം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഓയിലും അലോവേരയും ഇട്ടിട്ട് വൈറ്റ് കളർ ആകുന്നത് വരെ മിക്സ് ചെയ്യണം കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതിനുശേഷമാണ് നമ്മൾ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂണ് കോഫി പൗഡറാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ക്രീം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ ആൽമണ്ട് ഓയിലും അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഇല്ലായിരിക്കും. അതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പ്രോഡക്റ്റ് ഇവിടെ ടാഗ് ചെയ്യുന്നുണ്ട്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്കത് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈസിൽ അത് വാങ്ങി വെക്കുകയെന്നാണെങ്കിൽ നിങ്ങൾ സ്കിൻ കെയർ എല്ലാം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫേസ് പാക്കുകളിലും ക്രീമുകളിലെല്ലാം ഇത് ഒരുപാട് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് വാങ്ങി വെക്കുകയെന്നാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഏത് ഫേസ് പാക്കും ക്രീമുകളും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കോഫിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ മിക്സിങ്ങിലാണ് എല്ലാ കാര്യം. എന്നാൽ മാത്രം നമ്മളെ ക്രീം കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഒരു 2 മിനിറ്റെല്ലാം നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അലോവേര, ഓയിൽ, ക്യാപ്സ്യൂള്, അതേപോലെ തന്നെ ഈ നമ്മുടെ കോഫി പൗഡർ, ഈ 4 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് നല്ല എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ, നിങ്ങൾ ഗ്ലാസ് കണ്ടെയ്നർ ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതേപോലെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജുള്ളവർ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. ഇല്ലാത്തവർക്ക് പുറത്ത് ഒരു 5-6 ദിവസം എല്ലാം ഷെൽഫ് ലൈഫ് ഉണ്ടാവും. നിങ്ങൾ പുറത്ത് വെച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കേടായിക്കുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്തുകൊണ്ട് തന്നെ കേടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് ഡോട്ടായിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മാത്രം മതി. കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ഫെയർനെസ് ക്രീം പുറത്തുനിന്ന് വാങ്ങിയത് എങ്ങനെയാണോ തേക്കുക അതേപോലെ തന്നെ തേച്ചിട്ട് കിടന്നാൽ മതി. രാവിലെ എണീച്ചിട്ട് കഴുകിയാൽ മാത്രം മതി. ഇത് ദിവസവും രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ ചെയ്ത് കിടക്കുകയെന്നാണെങ്കിൽ മുഖത്തെ കറുപ്പും കരിവാളിപ്പം എല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി നൈറ്റ് ക്രീമാണിത്. അപ്പോൾ ദിവസം ഇത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ അടച്ച് വെക്കുക. ഇതിലുള്ളിൽ ഈർപ്പമൊന്നും കയറാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കി നോക്കിയിട്ട് ഒരു ദിവസത്തിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ആ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.